സാറ് വിഷ്ണു സാർ ഒരു സെക്കൻഡ്. ഓ കുടിക്കാൻ നിങ്ങളോട്. சரிங்க. സാറേ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്ത്? നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അയാളുടെ ആളാണ്. ആരുടെ? വിജയുടെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സർ, നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നുണ്ട്. ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട്. ഷേണായി വന്ന് കാശിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു? ശരിയാ, കാശ് വന്ന അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയുടെ കോള് വന്നു. നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൃത്യമായി ആ എസ് എവിടെ എത്തി. പക്ഷേ ആരായിരിക്കും വിഷ്ണു ഇത്? സാറല്ലെന്ന് എനിക്കറിയാം. സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ബാക്കിയുള്ള 3 പേരിൽ ഒരാൾ. നാട്ടിലോ രക്ഷയില്ല. ഇവിടെയെങ്കിലും വന്നെങ്കിലും ഗതി പിടിക്കാന്ന് വെച്ചാ അതും ഇല്ല. ജോലി കിട്ടിട്ട് വേണം കടങ്ങളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച. ശരിയാ, അതും തീരുമാനം. ഇനി ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങരുത് സർ. കസ്റ്റമേഴ്സിനോട് എന്ത് പറയും വിഷ്ണു? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം സർ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ? ഇപ്പൊ ഇത്തിരി ഡിലേ ആയിട്ടാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് പണം ആർക്കും തിരിച്ചു കിട്ടാൻ പോണില്ല. മെമ്പർ വരുന്നുണ്ട്. സ്ഥലം വിറ്റ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ചാക്കോ, മെമ്പർ മാനേജറെ കാണാൻ വന്നത് കണ്ടിട്ട് വരാം. സർ, ആ കാശ് വാങ്ങരുത്. എങ്ങനെ പാവപ്പെട്ട ഒരാളാണ്. ആ കാശ് മുഴുവൻ പോകും. സർ, എന്തെങ്കിലും പറഞ്ഞു വിട്. വിഷ്ണു എന്തല്ല? നമസ്കാരപ്പാ. ആ. മാനേജറെ, ഞാൻ പറഞ്ഞില്ലേ സ്ഥലം വിറ്റ പൈസ ഉണ്ടെന്ന്, അത് ഇടാൻ വേണ്ടി വന്നത്. ഐശ്വര്യായിട്ട് അക്കൗണ്ട് ആക്ക്. മെമ്പറെ, ഈ ഇന്നത്തെ ദിവസം ഈ സാമ്പത്തിക ഇടപാടിനൊന്നും അത്ര പറ്റിയതല്ല. നിങ്ങ എന്നപ്പാ പറയുന്നത്? ഇന്ന് നല്ല ദിവസം തിങ്കളാഴ്ച. ഇതെടുത്തിട്ട് റെസീറ്റ് ആക്കപ്പാ. അല്ലാതെ എടുക്കപ്പാ, എണ്ണി നോക്ക്. ഈ മെമ്പർ കാശുമായിട്ട് ബാങ്കിലേക്ക് വരാമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ചാക്കോയും റഹീമും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിജയുടെ ആൾക്കാർ കാശെടുക്കാനെത്തിയ നമുക്ക് ഉറപ്പിക്കാം കൂട്ടത്തിലൊരു ഇൻഫോമർ ഉണ്ട്. പക്ഷേ രണ്ടുപേരിൽ ആരാണെന്ന് നമ്മളെങ്ങനെ അറിയും? അത് ഞാൻ കണ്ടുപിടിക്കും. സാറിന്ന് കൂടെ നിന്നാൽ മതി. വിഷ്ണു, ഇന്ന് വന്ന ക്യാഷ് എടുക്ക്. ഇന്ന് കാശൊന്നും വന്നില്ല. ഹലോ കൃഷ്ണ പറ. ഇപ്പൊ കൊണ്ടുവന്ന പൈസ മുസഫിടെ കൊടുത്തേക്ക്. സർ, പൈസയൊന്നും ഇന്ന് ഒന്നും പറയണ്ട, താൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. സർ സർ സുധാകരേട്ടൻ്റെ ആടെ തെയ്യുണ്ടായിന്. കുറെ കാശൊക്കെ കിട്ടി. കുറെ ആളുകളൊക്കെ അക്കൗണ്ട് തുടങ്ങിയിന്. ഇതൊന്ന് രജിസ്റ്റർ ആക്കി വെക്കണേ. ബുക്ക് ഞാൻ നാളെ മേടിച്ചോളാം. ശരിപ്പാ, എന്നാ കാണാം. ആ ക്യാഷ് എടുക്ക്. നീ എവിടെ പോകുന്നിപ്പോ? ഞാൻ പോവാ. എവിടെ? വിഷ്ണു, വിഷ്ണു, എവിടെ പോകാൻ? എങ്ങോട്ടേക്കെങ്കിലും. റഹീമെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ ശരിയാ.
ഇവിടെ നിൽക്കണ അത്ര ബുദ്ധിയല്ല. ഞാനും വരുന്നുണ്ട്. ബാഗ് ഒന്ന് എടുക്കട്ടെ. ഏ? ആ. നിർത്ത് വണ്ടി നിർത്ത്. ആ വിഷ്ണു വേണോ? കേറി കേറി. വേഗം തിരിച്ചാ കൊള്ളാം. ഞങ്ങളെ പറ്റിച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടാനായിരുന്നല്ലേ പ്ലാൻ? അപ്പൊ സാറായിരുന്നല്ലേ കൂടുതൽ ഒറ്റുകാരൻ? ട്ടോ. ഇന്നിവിടെ വരുമ്പോഴാണ് നിങ്ങൾ ആരോട് ഇല്ലെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ മൂന്നുപേരിൽ ഒരാൾ ഒറ്റാതെ നിങ്ങൾ എങ്ങോട്ട് പോയി എപ്പോ പോയി വിജയ് എങ്ങനെ അറിയും? നീ ആയിരുന്നു ആദ്യം എന്റെ കൂടെ വരാൻ ഇറങ്ങിയത്. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നില്ലേ അത്? ഞാനൊന്നല്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ചേരം ഇയാൾ മിസ്സിംഗ് ആയിരുന്നു. ഓർമ്മയില്ല എനിക്ക്? ചാക്കോ, അത് ഭാഗ്യം പാക്ക് ചെയ്ത് മുറിയും പൊട്ടി വരുമ്പോഴത്തേക്കും സമയം അതുകൊണ്ടല്ലേ? സത്യം പറ ചാക്കോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവരാരുമല്ല, ഞാനാ വിജയ് സാറിനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഈ ബാങ്ക് ഫേക്ക് ആണെന്ന്. എനിക്ക് മാത്രമല്ല, ഈ ചാക്കോയ്ക്കും അറിയായിരുന്നു. നിങ്ങളെ മൂന്നുപേരെയും വാച്ച് ചെയ്യാനാ ഞങ്ങളെ ഏൽപ്പിച്ചേ. എന്ന് വെച്ച് ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പൈസ കിട്ടണ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. കൂടെ നിന്ന് ചതിച്ചിട്ട് ന്യായം പറയുന്നു ചാക്കോ. കൂടെ നിൽക്കാൻ നിങ്ങളാരാ? നമ്മൾ തമ്മിൽ വേറെ എന്ത് ബന്ധമുള്ളേ? വിജയ് സാറിന് വേണ്ട നിങ്ങളെ മൂന്നുപേരെയാ. വിഷ്ണു, നീ വലിയ നല്ലവനായതുകൊണ്ടൊന്നല്ലല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മളെല്ലാരും ക്രിമിനൽസ് ആണ്. എന്ന് വെച്ച് വീണ്ടും വീണ്ടും ക്രൈം ചെയ്യണമെന്നുണ്ടോ? ഞാനതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും അതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് എന്റെ അനിയനെ ചികിത്സിക്കാൻ പൈസ വേണമായിരുന്നു. അതിനാ ഞാൻ ഇവിടെ വന്നേ. വെറും കൈയോടെ പോവാൻ ഞാനില്ല. ഇനി നിങ്ങൾ ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ കാണും.